അതുതന്നെ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ബി.ജെ.പിക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ 400 സീറ്റ് എന്ന മോഹനസുന്ദര സ്വപ്നം ഇത്തവണ യാഥാർത്ഥ്യമാകില്ലെന്നാണ് കെജ്രിവാൾ ഉയർത്തുന്ന വാദം. എന്നാൽ കെജ്രിവാളിന്റെ മറ്റൊരു പരാമർശമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുന്ന നരേന്ദ്രമോദി ഇത്തവണ പ്രധാനമന്ത്രി ആകില്ലെന്ന് കെജ്രിവാൾ പറയുന്നു. എന്നാൽ ഇങ്ങനെയൊരു ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയാലും ശരി, പിന്നീട് 75 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അധികാരം ഒഴിയേണ്ടി വരും. എന്നാൽ ഇത് നരേന്ദ്രമോദിക്ക് ബാധകമല്ലേ എന്നാണ് മുൻ ബി.ജെ.പി. നേതാവായ യശ്വന്ത് സിൻഹ ചോദിക്കുന്നത്. ഇനിയും ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ അടുത്തത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് കൂടി കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നു. ഈ കുടുംബത്തിന്റെ രക്ഷിതാവെന്ന നിലയിൽ അനന്തരാവകാശികൾക്ക് വേണ്ടി എന്തെങ്കിലും നീക്കിവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കുടുംബത്തിലെ കുട്ടികളുടെ കൈകളിലേക്ക് വികസിത ഭാരതത്തെ കൈമാറുകയാണ് എന്റെ ലക്ഷ്യം. ഇതാണ് നരേന്ദ്രമോദിയുടെ പുതിയ പ്രസ്താവന. നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ ദീർഘനാളത്തെ ജയിൽവാസത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിയെന്ന് വേണം കരുതാൻ. വന്നിറങ്ങിയപ്പോൾ തന്നെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ വിമർശനവുമായിട്ടാണ് കെജ്രിവാൾ പ്രചാരണ രംഗം കൊഴുപ്പിച്ചത്. മതം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള തത്രപ്പാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വരവ് കെജ്രിവാൾ നടത്തിയത്. അതോടെ ഡൽഹിയിൽ കാത്തിരുന്ന അണികളും ശക്തമായി തന്നെ അദ്ദേഹത്തിന് ഒപ്പം ചേർന്നു. മതത്തിന്റെ പേരിലല്ലാതെ 10 ഗ്യാരണ്ടികൾ നൽകിക്കൊണ്ടാണ് കെജ്രിവാൾ പ്രചാരണം നടത്തുന്നത്. ഡൽഹി സംസ്ഥാനവും 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കുന്ന രാജ്യമാക്കുമെന്നും 200 യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായി നൽകും തുടങ്ങിയ മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. അതുതന്നെ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ബി.ജെ.പിക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ 400 സീറ്റ് എന്ന മോഹനസുന്ദര സ്വപ്നം ഇത്തവണ യാഥാർത്ഥ്യമാകില്ലെന്നാണ് കെജ്രിവാൾ പറയുന്നത്. അതായത് ഇത്തവണ ഇന്ത്യ മുന്നണിയായിരിക്കും അധികാരത്തിലെത്തുക. അതിനും കാരണം കെജ്രിവാൾ പറയുന്നുണ്ട്. 220 മുതൽ 230 സീറ്റ് വരെ മാത്രമേ ഇത്തവണ NDAക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സർക്കാർ രൂപീകരിച്ച് അധികാരത്തിലേറാൻ ബി.ജെ.പിക്ക് കഴിയില്ല. ജനങ്ങളും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അതുതന്നെയാണ് പറയുന്നതെന്നും ജയിൽ മോചിതനായ ശേഷം കെജ്രിവാൾ അറിയിച്ചു. ഹരിയാന, രാജസ്ഥാൻ, കർണാടക, ഡൽഹി, ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയായിരിക്കും. സീറ്റുകൾ കുത്തിനെ കുറയുന്ന സ്ഥിതിയാണ് ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് എന്നുകൂടി കെജ്രിവാൾ പറഞ്ഞു. എന്നാൽ കെജ്രിവാളിന്റെ മറ്റൊരു പരാമർശമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുന്ന നരേന്ദ്രമോദി ഇത്തവണ പ്രധാനമന്ത്രി ആകില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു വയ്ക്കുന്നു. അതായത് 75 വയസ്സെന്ന നിബന്ധനയുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. ഇത്തരത്തിലൊരു നീക്കം കൊണ്ടുവന്നത് 2014-ലാണ്. അന്നത്തെ മുതിർന്ന നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുഷമ സ്വരാജ്, ശിവരാജ് സിംഗ് ചൗഹാൻ, രമൺ സിംഗ്, വസുന്ധര രാജ സിന്ധ്യ തുടങ്ങിയവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി തന്നെയാണ് 75 വയസ്സ് എന്ന നിബന്ധന പാർട്ടിയിൽ കൊണ്ടുവന്നത്. അതിനായി മാർഗനിർദ്ദേശ മണ്ഡൽ എന്ന പേരിൽ ഒരു സമിതിക്ക് രൂപം നൽകുകയായിരുന്നു. എന്നാൽ അതിപ്പോൾ മോദിക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. അതനുസരിച്ച് നോക്കിയാൽ സെപ്റ്റംബർ മാസത്തിൽ മോദിക്ക് 75 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം ഇറക്കുന്നതിന് മുൻപ് പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. തീർത്തും ഏകപക്ഷീയമായി തന്നെയാണ് തനിക്ക് അനിഷ്ടമുള്ളവരെ പുറത്താക്കാനായി ഇങ്ങനെയൊരു മാർഗനിർദ്ദേശത്തിന് രൂപം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊരു ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയാലും ശരി, പിന്നീട് 75 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അധികാരം ഒഴിയേണ്ടി വരും. എന്നാൽ ഇത് നരേന്ദ്രമോദിക്ക് ബാധകമല്ലേ എന്നാണ് മുൻ ബി.ജെ.പി. നേതാവായ യശ്വന്ത് സിൻഹ ചോദിക്കുന്നത്. നരേന്ദ്രമോദിക്ക് വേണ്ടിയല്ല, പകരം അമിത്ഷായ്ക്ക് വേണ്ടിയാണ് എല്ലാവരും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്നാണ് കെജ്രിവാൾ പറയുന്നത്. കെജ്രിവാളിന്റെ പ്രസ്താവനകൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറുകയാണ്. രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതരുതെന്ന മുന്നറിയിപ്പാണ് കെജ്രിവാൾ നൽകുന്നത്. മോദിയെ എതിർക്കുന്നവരെ എല്ലാം ജയിലിലാക്കും, രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും കെജ്രിവാൾ ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ കള്ളന്മാരുള്ളത് ബി.ജെ.പിയിലാണെന്നും അഴിമതിക്കാരായിട്ടുള്ളവരെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ച് കേസ് ഒഴിവാക്കുകയാണ്. ഇനിയും മുഖ്യമന്ത്രിമാർ പിടിയിലാകാനുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കെജ്രിവാളിന്റെ കടന്നാക്രമണം. ഇതോടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വിയർത്തു തുടങ്ങിയിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് നരേന്ദ്രമോദി പിന്തുടരുന്ന ആദർശം. ഇനിയും ആ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അടുത്തത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് കൂടി കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നു.
ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് കെജ്രിവാൾ തന്റെ പ്രസ്താവനകളിലൂടെ അറിയിക്കുന്നത്. ഏകാധിപത്യ സ്വഭാവത്തോടെ രാജ്യം ഭരിച്ചവരെയെല്ലാം ഒഴിവാക്കുന്നതാണ് ഇന്ത്യൻ ചരിത്രം എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കെജ്രിവാളിന്റെ ജയിൽ മോചനം രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സത്യത്തിൽ BJP ഭയക്കുന്ന നേതാക്കന്മാരിൽ ഒരാൾ കെജ്രിവാൾ തന്നെയാണ്. എന്നാൽ ഇത്രയും ശക്തനാക്കി കെജ്രിവാളിനെ മാറ്റിയത് BJP തന്നെയാണെന്ന് കാണാം. ഹിന്ദുത്വ വോട്ടുകൾ വിള്ളലുണ്ടാക്കുമെന്ന് കരുതിയാണ് കെജ്രിവാളിനെ പിടിച്ച് തീഹാർ ജയിലിൽ അടച്ചത്. എന്നാൽ 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന കെജ്രിവാളിന് മികച്ച സ്വീകാര്യതയാണ് മുന്നണിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഹനുമാൻ ക്ഷേത്ര സന്ദർശനം BJP വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇനിയും മോദി രാഷ്ട്രീയത്തിൽ തുടർന്ന എന്തിനാണ് ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കി മുതിർന്ന നേതാക്കളെ പാർട്ടിയിൽ വെട്ടിനിരത്തിയത് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം പറയണമെന്നാണ് കെജ്രിവാൾ ഉയർത്തുന്ന ചോദ്യം. എന്നാൽ നരേന്ദ്രമോദി കളം മാറ്റി ചവിട്ടുകയാണെന്ന് പുതിയ പ്രസ്താവന കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. രാഷ്ട്രീയം കൊണ്ടും വർഗീയത കൊണ്ടും കെജ്രിവാളിനെ ഒതുക്കുന്നത് സാധ്യമല്ല എന്ന അവസ്ഥ വന്നിട്ടാണ് പുതിയ നയം നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത്. ജനങ്ങളെ ആകമാനം സ്വന്തം വരുതിയിൽ വരുത്താനുള്ള പതിവ് ഗിമ്മിക്സ് ആണ് മോദി ഇറക്കിയിരിക്കുന്നത്. തന്റെ അനന്തരാവകാശികൾ ഈ രാജ്യത്തെ ജനങ്ങളാണ് എന്നാണ് മോദി ഇപ്പോൾ പറയുന്നത്. പ്രതിപക്ഷ നേതാക്കൾ സ്വന്തം താല്പര്യങ്ങൾക്കായി രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്. അവർ കൊട്ടാരങ്ങളുണ്ടാക്കി അനന്തരാവകാശികൾക്ക് കൈമാറുന്നു. എന്നാൽ ഈ രാജ്യത്തെ പൗരന്മാരാണ് എൻ്റെ കുടുംബം. നിങ്ങളല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഈ കുടുംബത്തിന്റെ രക്ഷിതാവെന്ന നിലയിൽ അനന്തരാവകാശികൾക്ക് വേണ്ടി എന്തെങ്കിലും നീക്കിവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കുടുംബത്തിലെ കുട്ടികളുടെ കയ്യിലേക്ക് വികസിത ഭാരതത്തെ കൈമാറുകയാണ് എൻ്റെ ലക്ഷ്യം. ഇതാണ് നരേന്ദ്രമോദിയുടെ പുതിയ പ്രസംഗവും പ്രസ്താവനയും. എന്തായാലും മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കെജ്രിവാളിന്റെ വരവ് ഇന്ത്യ മുന്നണിയെയും ആശ്വാസത്തിലാക്കിയിട്ടുണ്ട്. BJPക്ക് ആകട്ടെ എല്ലാം തിരിച്ചടിയും. സീറ്റിന്റെ കാര്യത്തിൽ പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലുമായി. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടവും കഴിയുമ്പോൾ കെജ്രിവാളിനെ ജനം വിശ്വസിച്ചോ എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം.